ഹലോ കുട്ടികളെ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡെപ്ത്സ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന പാഠഭാഗത്തിലെ ചോദ്യോത്തരങ്ങളും ആക്ടിവിറ്റികളുമാണ് പരിശോധിക്കുന്നത്. വൈൽ വി റീഡ്. ക്വസ്റ്റ്യൻ എ. ഹൗ ഡിഡ് ദ സ്പീക്കേഴ്സ് വിസിറ്റ് ടു സ്റ്റോക്ക്ഹോം ഡിഫർ ഫ്രം ഹർ ഏർലിയർ വിസിറ്റ്സ്? ഈ തവണത്തെ സ്റ്റോക്ക്ഹോം സന്ദർശനം സ്പീക്കറുടെ മുൻപത്തെ സന്ദർശനങ്ങളിൽ നിന്നും എങ്ങനെയാണ് വ്യത്യസ്തമായിരുന്നത്? ആൻസർ. Earlier visits were to do something difficult, like passing examinations. But this time, she was going to receive the Nobel Prize in Literature. മുൻപത്തെ സന്ദർശനങ്ങൾ പരീക്ഷ എഴുതുക തുടങ്ങിയ പ്രയാസകരമായ കാര്യങ്ങൾക്കായിരുന്നു. എന്നാൽ ഇത്തവണ അവർ സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ഏറ്റുവാങ്ങാനാണ് പോകുന്നത്. Question B. How do you spend time when you go on a long journey? ഒരു ദീർഘയാത്ര പോകുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് സമയം ചെലവഴിക്കാറുള്ളത്? ആൻസർ. I usually spend my time by listening to music, reading books, or observing the sceneries outside. ഞാൻ സാധാരണയായി പാട്ടുകൾ കേട്ടോ, പുസ്തകങ്ങൾ വായിച്ചോ, അല്ലെങ്കിൽ പുറത്തെ കാഴ്ചകൾ കണ്ടോ ആണ് സമയം ചെലവഴിക്കാറുള്ളത്. Question C. I thought of my father and felt a deep sorrow. Why was she sad at the thought of her father? ഞാൻ എന്റെ പിതാവിനെക്കുറിച്ച് ചിന്തിച്ചു. വലിയൊരു ദുഃഖം തോന്നി. പിതാവിനെക്കുറിച്ചുള്ള ചിന്ത അവളെ ദുഃഖിപ്പിച്ചതെന്തുകൊണ്ടാണ്? ആൻസർ. She was sad because her father was no longer alive to know that she had been awarded the Nobel Prize. തനിക്ക് നോബൽ സമ്മാനം ലഭിച്ച വിവരം അറിയാൻ തന്റെ പിതാവ് ജീവിച്ചിരിപ്പില്ല എന്നതായിരുന്നു അവളുടെ സങ്കടത്തിനു കാരണം. Question D. The coaches no longer seem to run on rails and sleepers, but glide into space. Why does the speaker feel so? ട്രെയിൻ കമ്പാർട്ട്മെന്റുകൾ പാളത്തിലൂടെ ഓടുകയല്ല, മറിച്ച് ശൂന്യാകാശത്തിലൂടെ ഒഴുകി നീങ്ങുകയാണെന്ന് തോന്നി. എന്തുകൊണ്ടാണ് സ്പീക്കർക്ക് അങ്ങനെ തോന്നിയത്? ആൻസർ. She began to daydream about meeting her father in paradise, which made her feel like she was traveling beyond the physical world. സ്വർഗത്തിൽ വെച്ച് തന്റെ പിതാവിനെ കാണുന്നതിനെക്കുറിച്ച് അവൾ പകൽക്കിനാവ് കാണാൻ തുടങ്ങി. ഇത് താൻ ഭൗതിക ലോകത്തിനപ്പുറത്തേക്ക് സഞ്ചരിക്കുകയാണെന്ന തോന്നൽ അവളിലുണ്ടാക്കി. Question E. What is your impression of the writer's father? എഴുത്തുകാരിയുടെ പിതാവിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ആൻസർ. He seems to be a loving, gentle, and intellectual person who loved nature, music, and reading books. പ്രകൃതിയെയും സംഗീതത്തെയും പുസ്തകവായനയെയും സ്നേഹിച്ചിരുന്ന സ്നേഹനിധിയും സൗമ്യനും ബുദ്ധിമാനുമായ ഒരാളായാണ് അദ്ദേഹം തോന്നുന്നത്. Question If. I have come to ask you for advice. What advice does the speaker request of her father? ഞാൻ നിങ്ങളോട് ഉപദേശം ചോദിക്കാൻ വന്നതാണ്. സ്പീക്കർ പിതാവിനോട് എന്തുപദേശമാണ് ചോദിക്കുന്നത്? ആൻസർ. She asks him for advice on how to pay back the huge debts of gratitude she owes to the people who helped her. തന്നെ സഹായിച്ച ആളുകളോടുള്ള നന്ദിയുടെ വലിയ കടപ്പാടുകൾ എങ്ങനെ വീട്ടണം എന്നതിനെക്കുറിച്ചാണ് അവൾ ഉപദേശം ചോദിക്കുന്നത്. Question G. A look of wonder will come into his eyes. What do you think is the reason for the change of expression? അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ അത്ഭുതം വിരിയും. ഭാവമാറ്റത്തിനുള്ള കാരണമെന്താണെന്നാണ് നിങ്ങൾ കരുതുന്നത്? Answer. He would be surprised to hear that his daughter considers the love and stories he gave her as a big debt. അദ്ദേഹം നൽകിയ സ്നേഹത്തെയും കഥകളെയും മകൾ ഒരു വലിയ കടമായി കണക്കാക്കുന്നു എന്ന് കേൾക്കുമ്പോൾ അദ്ദേഹം അത്ഭുതപ്പെടും. Question H. Do you think there is poetry in hard rocks and black forests? State reasons. കടുപ്പമുള്ള പാറകളിലും ഇരുണ്ട വനങ്ങളിലും കവിതയുണ്ടെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? കാരണങ്ങൾ വ്യക്തമാക്കുക. Answer. Yes, nature is full of beauty. Poetry exists in every part of nature for those who have the imagination to see it. അതെ, പ്രകൃതി ഭംഗിയാൽ നിറഞ്ഞതാണ്. അത് കാണാനുള്ള ഭാവനയുള്ളവർക്ക് പ്രകൃതിയുടെ എല്ലാ ഭാഗങ്ങളിലും കവിതയുണ്ട്. Question I. How does Selma's father console her? സെൽമയുടെ പിതാവ് അവളെ എങ്ങനെയാണ് ആശ്വസിപ്പിക്കുന്നത്? Answer. He tells her not to fear and that there is a remedy for her trouble. പേടിക്കേണ്ട എന്നും അവളുടെ പ്രശ്നത്തിന് പരിഹാരമുണ്ടെന്നും അദ്ദേഹം അവളോട് പറയുന്നു. Question J.
I owe them gratitude, Father, both for their praise and for their censure. Why is the speaker thankful even to those who criticized her? അച്ഛ, അവരുടെ പ്രശംസയ്ക്കും വിമർശനത്തിനും ഞാൻ നന്ദിയുള്ളവളാണ്. തന്നെ വിമർശിച്ചവരോടും സ്പീക്കർ നന്ദിയുള്ളവളായിരിക്കുന്നത് എന്തുകൊണ്ട്? ആൻസർ: because both praise and criticism helped her to grow as a writer and reach her goals. കാരണം പ്രശംസയും വിമർശനവും ഒരു എഴുത്തുകാരി എന്ന നിലയിൽ വളരാനും ലക്ഷ്യങ്ങളിൽ എത്തിച്ചേരാനും അവളെ സഹായിച്ചു. Question K. What do you think makes father less calm? പിതാവിന്റെ ശാന്തത നഷ്ടപ്പെടുത്തുന്നത് എന്തെന്നാണ് നിങ്ങൾ കരുതുന്നത്? ആൻസർ: the realization of the huge depths of gratitude and obligations his daughter feels makes him a bit unsettled or less calm. മകൾക്ക് തോന്നുന്ന വലിയ നന്ദിയും കടപ്പാടും തിരിച്ചറിയുന്നത് അദ്ദേഹത്തെ അല്പം അസ്വസ്ഥനാക്കുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ശാന്തത കുറയ്ക്കുന്നു. Question L. How did her friends and readers contribute to Selma Lagerlof's journey to the Nobel Prize? സെൽമ ലാഗർലോഫിന്റെ നോബൽ സമ്മാനത്തിലേക്കുള്ള യാത്രയിൽ സുഹൃത്തുക്കളും വായനക്കാരും എങ്ങനെയാണ് പങ്കുവഹിച്ചത്? ആൻസർ: her friend Eselde helped her in difficult times, and her readers supported her by reading her books. പ്രതിസന്ധികളിൽ സുഹൃത്തായ എസെൽഡെ അവളെ സഹായിച്ചു. വായനക്കാർ അവളുടെ പുസ്തകങ്ങൾ വായിച്ച് അവളെ പിന്തുണയ്ക്കുകയും ചെയ്തു. Question M. How does father respond when he discovers his daughter's biggest debt? മകളുടെ ഏറ്റവും വലിയ കടത്തെക്കുറിച്ചറിയുമ്പോൾ പിതാവ് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? ആൻസർ: at first he's overwhelmed with emotion, but then he celebrates her success with great joy and pride. ആദ്യം അദ്ദേഹം വികാരാധീനനാകുന്നു, എന്നാൽ പിന്നീട് അവളുടെ വിജയം വലിയ സന്തോഷത്തോടും അഭിമാനത്തോടും കൂടി അദ്ദേഹം ആഘോഷിക്കുന്നു. Question N. How shall I repay this debt? What does Selma mean by this? ഈ കടം ഞാൻ എങ്ങനെ വീട്ടും എന്നതുകൊണ്ട് സെൽമ എന്താണ് അർത്ഥമാക്കുന്നത്? ആൻസർ: she is expressing her deep sense of gratitude for the honor and love she has received from society and her family. സമൂഹത്തിൽ നിന്നും കുടുംബത്തിൽ നിന്നും തനിക്ക് ലഭിച്ച സ്നേഹത്തോടും ബഹുമതിയോടുമുള്ള തന്റെ ആഴത്തിലുള്ള നന്ദിയാണ് അവൾ പ്രകടിപ്പിക്കുന്നത്. Let's rewind. Read Selma Lagerlof's speech again and respond to the following questions. Question 1. What is the significance of the journey by train? How does it relate to the narrator's thoughts and reflections? ട്രെയിൻ യാത്രയുടെ പ്രാധാന്യമെന്താണ്? അത് കഥാകാരിയുടെ ചിന്തകളുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു? Answer. The journey symbolizes a passage through memory, where the narrator reflects on her past influences and the depths she owes to others. ഈ യാത്ര ഓർമ്മകളിലൂടെയുള്ള ഒരു സഞ്ചാരത്തെ സൂചിപ്പിക്കുന്നു. അവിടെ കഥാകാരി തന്റെ പഴയകാല സ്വാധീനങ്ങളെക്കുറിച്ചും മറ്റുള്ളവരോടുള്ള തന്റെ കടപ്പാടുകളെക്കുറിച്ചും ചിന്തിക്കുന്നു. Question 2. Explain the writer's feelings of indebtedness to nature. Cite instances from the speech. പ്രകൃതിയോടുള്ള എഴുത്തുകാരിയുടെ കടപ്പാടിനെക്കുറിച്ച് വിശദീകരിക്കുക. പ്രസംഗത്തിൽ നിന്നുള്ള ഉദാഹരണങ്ങൾ നൽകുക. ആൻസർ: she feels that nature, including animals, birds and trees, have told her their secrets and taught her that there is poetry everywhere. മൃഗങ്ങളും പക്ഷികളും മരങ്ങളും ഉൾപ്പെടെയുള്ള പ്രകൃതി തന്റെ രഹസ്യങ്ങൾ അവളോട് പറഞ്ഞിട്ടുണ്ടെന്നും എല്ലായിടത്തും കവിതയുണ്ടെന്ന് അവളെ പഠിപ്പിച്ചുവെന്നും അവൾ കരുതുന്നു. Question 3. Her father had a prime role in shaping Selma's personality. Describe the role of the following in shaping her life. സെൽമയുടെ വ്യക്തിത്വം രൂപപ്പെടുത്തുന്നതിൽ അവളുടെ പിതാവിന് വലിയ പങ്കുണ്ട്. അവളുടെ ജീവിതത്തെ രൂപപ്പെടുത്തുന്നതിൽ താഴെ പറയുന്നവയുടെ പങ്ക് വിവരിക്കുക. എ. നേച്ചർ, പ്രകൃതി. ബി. ലിറ്ററേച്ചർ, സാഹിത്യം. സി. ആർട്ട്. ഡി. ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി. ഇ. റീഡേഴ്സ്, വായനക്കാർ. Question 4. How does Selma express her gratitude? സെൽമ തന്റെ കൃതജ്ഞത എങ്ങനെയാണ് പ്രകടിപ്പിക്കുന്നത്? ആൻസർ: Selma expresses her gratitude by acknowledging everyone who helped her and sharing her success with them through her speech. തന്നെ സഹായിച്ച എല്ലാവരെയും അംഗീകരിച്ചുകൊണ്ടും തന്റെ പ്രസംഗത്തിലൂടെ തന്റെ വിജയം അവരുമായി പങ്കുവച്ചുകൊണ്ടുമാണ് സെൽമ തന്റെ നന്ദി പ്രകടിപ്പിക്കുന്നത്. Question 5. What do you think the speaker means by saying,
My biggest debt has not yet come. എന്റെ ഏറ്റവും വലിയ കടം ഇനിയും വരാനിരിക്കുന്നതേയുള്ളൂ എന്ന് പറയുന്നതിലൂടെ സ്പീക്കർ എന്താണ് ഉദ്ദേശിക്കുന്നത്? ആൻസർ: She means that the owner of the Nobel Prize is so great that it creates a huge obligation towards the Academy and the world. നോബൽ സമ്മാനത്തിന്റെ ബഹുമതി അത്ര വലുതാണെന്നും അത് അക്കാഡമിയോടും ലോകത്തോടും വലിയൊരു കടപ്പാടുണ്ടാക്കുന്നു എന്നുമാണ് അവൾ ഇതിലൂടെ അർത്ഥമാക്കുന്നത്. Question 6. What, according to you, is Selma Lagerlof's message to her audience and to us? സെൽമ ലാഗർലോഫ് തന്റെ പ്രേക്ഷകർക്കും നമുക്കും നൽകുന്ന സന്ദേശം എന്താണെന്നാണ് നിങ്ങൾ കരുതുന്നത്? Her message is one of humility and gratitude, reminding us that no one achieves success alone without the support of others and nature. മറ്റുള്ളവരുടെയോ പ്രകൃതിയുടെയോ പിന്തുണയില്ലാതെ ആരും തനിയെ വിജയം കൈവരിക്കുന്നില്ലെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്ന വിനയത്തിന്റെയും നന്ദിയുടെയും സന്ദേശമാണിത്. Let us recall and recreate. Question 1. Selma Lagerlöf has arrived at Stockholm to receive the Nobel Prize in Literature. You are assigned the task of introducing and welcoming her to receive the award. Write the text of the announcement. സെൽമ ലാഗർലോഫ് സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം സ്വീകരിക്കുന്നതിനായി സ്റ്റോക്ക്ഹോമിൽ എത്തിയിരിക്കുന്നു. പുരസ്കാരം സ്വീകരിക്കുന്നതിനായി അവരെ പരിചയപ്പെടുത്തുന്നതിനും സ്വാഗതം ചെയ്യുന്നതിനുമുള്ള ചുമതല നിങ്ങളെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. ഇതിനായുള്ള ഒരു അനൗൺസ്മെന്റ് തയ്യാറാക്കുക. ആൻസർ: Question 2. Imagine you are Selma Lagerlöf. Write a letter to your faithful friend S.L. Day, who played a crucial role in your literary journey by opening doors when no one else believed in you. നിങ്ങൾ സെൽമ ലാഗർലോഫ് ആണെന്ന് സങ്കൽപ്പിക്കുക. മറ്റാരും നിങ്ങളെ വിശ്വസിക്കാതിരുന്ന കാലത്ത് നിങ്ങൾക്ക് വേണ്ടി അവസരങ്ങൾ ഒരുക്കിത്തരികയും നിങ്ങളുടെ സാഹിത്യയാത്രയിൽ നിർണായക പങ്ക് വഹിക്കുകയും ചെയ്ത വിശ്വസ്ത സുഹൃത്തായ S.L. ഡേയ്ക്കൊരു കത്തെഴുതുക. ആൻസർ: Question 3. You have been chosen to design a beautifully crafted certificate of appreciation to honor Selma Lagerlöf, the Nobel Prize winner. The certificate should be visually appealing, highlighting the admiration and gratitude of those honoring her. Use any word processing software available. നോബൽ സമ്മാന ജേതാവായ സെൽമ ലാഗർലോഫിനെ ആദരിക്കുന്നതിനായി മനോഹരമായി തയ്യാറാക്കിയ ഒരു പ്രശംസാപത്രം, സർട്ടിഫിക്കറ്റ് ഓഫ് അപ്രീസിയേഷൻ രൂപകൽപ്പന ചെയ്യാൻ നിങ്ങളെ തെരഞ്ഞെടുത്തിരിക്കുന്നു. അവളെ ആദരിക്കുന്നവരുടെ പ്രശംസയും കൃതജ്ഞതയും പ്രകടിപ്പിക്കുന്ന രീതിയിലായിരിക്കണം ഇത്. ആൻസർ: കുട്ടികളെ, ഇതോടെ നമ്മുടെ പാഠത്തിലെ എല്ലാ പ്രവർത്തനങ്ങളും നമ്മൾ ചർച്ച ചെയ്തു കഴിഞ്ഞു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമന്റിലൂടെ രേഖപ്പെടുത്താനും മറക്കരുത്. നന്ദി.